വേൾഡ് കപ്പിലെ റൗണ്ട് ഓഫ് 16 പോരാട്ടം. ഒരു ഭാഗത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് ഏറ്റുമുട്ടുന്നത്. മറുഭാഗത്താകട്ടെ ആഫ്രിക്കൻ വമ്പന്മാരായ മുഹമ്മദ് സലാഹിന്റെ കീഴിലുള്ള ഈജിപ്ത്. ഓസ്ട്രേലിയയെ റൗണ്ട് ഓഫ് 32 മറികടന്നാണ് ഈജിപ്തിന്റെ വരവെങ്കിൽ കെപ്പവർദേക്കെതിരെ വിറച്ചു ജയിച്ചുകൊണ്ടാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഈ പോരാട്ടത്തിനെത്തുന്നത്. വമ്പൻ മാറ്റങ്ങളുമായാണ് സ്കലോണി അർജന്റീനയെ കളത്തിലേക്ക് ഇറക്കുന്നത്. എന്നാൽ ലോക ചാമ്പ്യന്മാർക്കെതിരെ ഏത് വിധത്തിലും പോരാടാൻ ഉറച്ചു തന്നെയാണ് ആഫ്രിക്കൻ വമ്പന്മാരായ ഈജിപ്ത് ഈ പോരാട്ടത്തിനെത്തുന്നത്. തിങ്ങി നിറഞ്ഞ അറ്റ്ലാന്റ സ്റ്റേഡിയം മത്സരത്തിൻ്റെ ആദ്യ വിസിലിനായി കാതോർത്തു. പരിക്കേറ്റ 2 താരങ്ങളില്ലാതെയാണ് ഈജിപ്തിൻ്റെ വരവെങ്കിൽ ടീമിൽ അടിമുടി മാറ്റവുമായാണ് സ്കലോണി അർജന്റീനയെ പ്രീ ക്വാർട്ടറിൽ ഇറക്കുന്നത്. തൻ്റെ തനത് ശൈലിയിൽ നിന്ന് മാറിക്കൊണ്ടായിരുന്നു സ്കലോണി 4-1-3-2 എന്ന ഫോർമാഷനിൽ അർജന്റീനയെ കളത്തിലേക്ക് ഇറക്കിയത്. അങ്ങനെ അർജന്റീനയുടെ ആദ്യ ടച്ചോട് കൂടി മത്സരം തുടക്കം കുറിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ഈജിപ്തിൻ്റെ മുന്നേറ്റമാണ് കണ്ടത്. അർജന്റീനയുടെ ലെഫ്റ്റ് ബാക്കിലൂടെ ഈജിപ്തിൻ്റെ മുന്നേറ്റങ്ങൾ നിരവധി കണ്ടു. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സൂപ്പർ താരത്തെ ഫൗൾ ചെയ്തതിന് ഈജിപ്തിന് അനുകൂലമായ ഫ്രീ കിക്ക്. സീക്കോയുടെ മനോഹരമായ ബോൾ സലാഹിലേക്ക്, വീണ്ടും സീക്കോയുടെ തകർപ്പൻ ക്രോസ് അർജന്റീനൻ പോസ്റ്റിനെ തൊട്ടുരുമ്മി പുറത്തു പോകുന്നു. ഇതിനിടെ അർജന്റീനയുടെ മനോഹരമായ മുന്നേറ്റം, പന്ത് മെസ്സിയിലേക്ക്. പക്ഷേ പന്തിനെ കൃത്യമായി കൺട്രോൾ ചെയ്യാൻ മെസ്സിക്ക് സാധിച്ചില്ല. കോർണർ കിക്ക് ഫോർ അർജന്റീന. വീണ്ടും മാക്കലിസ്റ്ററിലൂടെ റോഡ്രിഗോ ഡി പോളിന് സുവർണ അവസരം. പക്ഷേ എൻസോ കണക്ട് ചെയ്തത് പാളുന്നു. റഫറിയുടെ ഓഫ് സൈഡ് വിസിലും. മനോഹരമായ മുന്നേറ്റമാണ് മാക്കലിസ്റ്റർ നെയ്തതെങ്കിലും റോഡ്രിഗോ ഡി പോൾ ഓഫ് സൈഡ് കണിയിൽ കുടുങ്ങുകയായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ അർജന്റീന മുന്നിലെത്തിയെന്ന് തോന്നിപ്പിച്ച നിമിഷം. വൺ ടച്ച് കളിച്ച് മുന്നേറുന്ന അർജന്റീൻ താരം ഹൂലിയൻ ആൽവറസിന്റെ കാലിൽ നിന്നും ഒരു മിസ് പാസ്. പക്ഷേ അതിനെ തിരിച്ചു പിടിക്കാൻ റോഡ്രിഗോ ഡി പോളിന് ഫൗൾ ചെയ്യേണ്ടി വന്നിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈജിപ്ത് താരത്തെ ഫൗൾ ചെയ്തതിന് അനുകൂലമായി ഈജിപ്തിന് ഫ്രീ കിക്ക്. വീണ്ടും അർജന്റീനയുടെ ഇടതു വിങ് തന്നെയാണ് ഈജിപ്തിന്റെ ലക്ഷ്യമെന്ന് ആദ്യ മിനിറ്റുകളിൽ തന്നെ വിളിച്ചോതിക്കൊണ്ടിരുന്നു. കാരണം ഇടം വിങ്ങിൽ നിന്ന് ടാഗ്ലിയാഫിക്കോയെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ട് അർജന്റീൻ പോസ്റ്റിലേക്ക് ക്രോസുകൾ താഴ്ന്നിറങ്ങി വന്നു. വീണ്ടും ഇടതു വിങ്ങിലൂടെയുള്ള മുന്നേറ്റം. പക്ഷേ ഇത്തവണ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കൃത്യമായ ഇടപെടൽ അർജന്റീന കോർണർ വഴങ്ങുന്നു. മത്സരത്തിന്റെ 12-ാം മിനിറ്റ് ലഭിച്ച കോർണർ മുഹമ്മദ് സലാഹിൽ നിന്ന് സീക്കോയിലേക്ക്. വീണ്ടും റോഡ്രിഗോ ഡി പോളിനെ വട്ടം കളിപ്പിച്ചുകൊണ്ട് ഈജിപ്ത് താരം ഇടതു വിങ്ങിൽ നിന്ന് ക്രോസിനായി ശ്രമിക്കുന്നു. ഒടുക്കം മനോഹരമായ ക്രോസ്. തക്കം പാർത്തിരുന്ന ഈജിപ്ത് ഡിഫൻഡർ യാസിൻ ഇബ്രാഹിമിന്റെ തകർപ്പൻ ഹെഡർ ഗോളിലൂടെ മത്സരത്തിന്റെ 13-ാം മിനിറ്റിൽ ലോക ചാമ്പ്യന്മാർക്കുമേൽ ഈജിപ്തിന്റെ ആദ്യ വെടിപ്പൂരം. ഇതാ ഈജിപ്ത് മുന്നിലെത്തിയിരിക്കുന്നു. ലിസാൻഡ്രോ മാർട്ടിനസിനെ കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കാതിരുന്ന ബോൾ യാസിൻ ഇബ്രാഹിം ഗോൾ വലയിലെത്തിക്കുന്നു. മത്സരത്തിന്റെ 13-ാം മിനിറ്റിൽ അർജന്റീന പിറകിലായിരിക്കുന്നു. കൃത്യം 7 മിനിറ്റുകൾക്കപ്പുറം ലിയണൽ മെസ്സിയുടെ മുന്നേറ്റത്തിലൂടെ എൻസോ ഫെർണാണ്ടസിൽ നിന്ന് പന്ത് ടാഗ്ലിയാഫിക്കോയിലേക്ക്. ടാഗ്ലിയാഫിക്കോയെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. പെനാൽറ്റി ഫോർ അർജന്റീന. ടൈം ക്ലോക്കിൽ 20 മിനിറ്റ്. ഇതാ അർജന്റീനക്ക് അനുകൂലമായി പെനാൽറ്റി. ഓഫ് സൈഡ് ട്രാപ്പും പൊട്ടിച്ചുകൊണ്ടായിരുന്നു ടാഗ്ലിയാഫിക്കോയുടെ റൺ. ഒടുക്കം പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തുന്നു. ഇതാ ഈജിപ്തിന് മേൽ അർജന്റീനക്കൊപ്പം പിടിക്കാനുള്ള സുവർണ അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. പെനാൽറ്റി എടുക്കാൻ അർജന്റീൻ നായകൻ ലിയോ മെസ്സി തയ്യാറാകുന്നു. മെസ്സിയുടെ പെനാൽറ്റി കിക്ക് തടുക്കാൻ ഈജിപ്ത് ഗോൾ കീപ്പർ ഷോബിയർ. ഇത്തവണ മെസ്സിയുടെ പെനാൽറ്റി വലതുഭാഗത്തേക്ക്. ഈജിപ്ത് ഗോൾ കീപ്പർ ഷോബിയറിന്റെ തകർപ്പൻ രക്ഷാപ്രവർത്തനം. ഇതാ ഈജിപ്തിനുമേൽ സമനില പിടിക്കാനുള്ള സുവർണാവസരം മെസ്സിയുടെ പെനാൽറ്റി വഴി പായായിരിക്കുന്നു. ഈ വേൾഡ് കപ്പിലെ മെസ്സിയുടെ 2ാം പെനാൽറ്റിയാണ് മിസ്സാകുന്നത്. ഇത്തവണയും വലതുഭാഗത്തേക്കു തന്നെ. പക്ഷേ ഷോബിയറിന്റെ തകർപ്പൻ ഡൈവിലൂടെ അർജന്റീന ആ ഒരു ഗോൾ നേടാനുള്ള സുവർണാവസരം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ആദ്യ പകുതിയിൽ തന്നെ അർജന്റീന തിരിച്ചടിക്കാനുള്ള വമ്പൻ ശ്രമങ്ങൾ നടത്തി. വലതുവിങ്ങിൽ നിന്നും റോഡ്രിഗോ ഡി പോളിന്റെ തകർപ്പൻ ക്രോസ്, മാക്കലിസ്റ്ററിന്റെ ഹെഡർ. പക്ഷേ ഈജിപ്ത് ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്യാൻ ആ ഹെഡർ കൊണ്ട് സാധിച്ചില്ല. ഒരു തകർപ്പൻ ക്രോസും തകർപ്പൻ ഹെഡറുമായിരുന്നു. പക്ഷേ ഈജിപ്ത് ഗോൾ കീപ്പറുടെ തകർപ്പൻ ഇടപെടൽ. വീണ്ടും മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ തിരിച്ചടിക്കാനുള്ള വമ്പൻ ശ്രമങ്ങൾ അർജന്റീന നടത്തിക്കൊണ്ടിരുന്നു. ഇതിനിടെ ലിയണൽ മെസ്സിയുടെ ഒറ്റക്കുള്ളൊരു മുന്നേറ്റം. പന്ത് എൻസോയിലേക്ക്. എൻസോയുടെ തകർപ്പൻ ഷോട്ട് ഈജിപ്തിന്റെ ബ്ലോക്കിൽ തട്ടിത്തെറിക്കുന്നു. ആദ്യ പകുതിയിൽ തന്നെ ഒരു ഗോൾ മടക്കാനുള്ള അർജന്റീൻ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് മാക്കലിസ്റ്ററിനെ വീഴ്ത്തിയതിന് അർജന്റീനക്ക് അനുകൂലമായി ഒരു ഫ്രീ കിക്ക്. ഏകദേശം 40 or 45 യാർഡ് അകലിൽ നിന്നാണ് ഫ്രീ കിക്ക് ലഭിക്കുന്നത്.
ഫ്രീ കിക്ക് എടുക്കുന്ന ലിയണൽ മെസ്സി ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് മറ്റൊരു ഗോൾ നേടിയെന്ന് തോന്നിപ്പിച്ച നിമിഷം ഈജിപ്ത് വാളിനെ അനായാസം മറികടന്ന പന്ത് ഗോൾ പോസ്റ്റിൽ തട്ടിത്തെറിച്ചാണ് പുറത്തു പോകുന്നത്. അർജന്റീനക്ക് ഒപ്പം പിടിക്കാനുള്ള സുവർണ അവസരമാണ് വീണ്ടും നിർഭാഗ്യമായി വന്നത്. ലിയോ മെസ്സിയുടെ തകർപ്പൻ ഫ്രീ കിക്കായിരുന്നു. ഇതിനിടെ വീണ്ടും ഗോൾ നേടാനുള്ള ഈജിപ്ത് ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. വീണ്ടും മെസ്സിയുടെ റിക്കവറിയും മെസ്സിയുടെ മുന്നേറ്റവും. പക്ഷേ മെസ്സിയുടെ ഷോട്ട് ഗോൾ പോസ്റ്റിൽ നിന്നും ഏറെ വ്യത്യസ്തമായാണ് പുറത്തു പോയത്. വീണ്ടും അതേ ഗണൽ ബോൾ. പന്ത് സ്വീകരിച്ച അലക്സിസ് മാക്കലിസ്റ്റർ കൃത്യമായി പന്ത് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഹൂലിയന്റെ തകർപ്പൻ ഫസ്റ്റ് ടച്ച്. പക്ഷേ വീണ്ടും ഈജിപ്ത് ഗോൾ കീപ്പർ ഷൊബേരിയുടെ ശക്തമായ ഡൈവിങ്ങിലൂടെ പന്തിനെ രക്ഷപ്പെടുത്തുന്നു. അർജന്റീനക്ക് മുന്നിലെത്താനുള്ള അവസരങ്ങളെല്ലാം ഷൊബേരി തൻ്റെ കരങ്ങളാൽ രക്ഷപ്പെടുത്തുന്നു. ആദ്യ പകുതി പിരിയുമ്പോഴും അർജന്റീന നിരവധി മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെങ്കിലും പക്ഷേ ഗോൾ മാത്രം അകന്നു നിൽക്കുന്നു. ഈജിപ്ത് താരം ഇബ്രാഹിം നേടിയ തകർപ്പൻ ഹെഡർ ഗോളിലൂടെ ഇപ്പോഴും ഈജിപ്ത് മുന്നിലാണ്. വീണ്ടും അർജന്റീന ഇടത് വിങ്ങിലൂടെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ടാഗ്ലിയാഫിക്കോയുടെ ക്രോസുകൾ വന്നു. വീണ്ടും പന്തുമായി ലിയോ മെസ്സി ഹൂലിയനിലേക്ക്. ഹൂലിയൻ കൃത്യമായി പന്തിന് പുറത്തു നിന്നൊരു തകർപ്പൻ ഷോട്ട് തീർത്തെങ്കിലും പക്ഷേ ഗോളാകുന്നില്ല. വീണ്ടും ലിയോ മെസ്സിയുടെ ഒറ്റക്കുള്ളൊരു മുന്നേറ്റം. പക്ഷേ മെസ്സിയെ ഫൗൾ ചെയ്തു വീഴ്ത്തുന്നു. അർജന്റീനക്ക് അനുകൂലമായി മറ്റൊരു ഫ്രീ കിക്ക്. അങ്ങനെ ലിയോ മെസ്സി ഫ്രീ കിക്ക് എടുക്കുന്നു. ഫ്രീ കിക്ക് നേരെ ചെന്നെത്തുന്നത് ഈജിപ്ത് ഗോൾ കീപ്പറുടെ കൈകളിലാണ്. ആദ്യ പകുതിയിൽ തിരിച്ചടിക്കാനുള്ള അർജന്റീന ശ്രമങ്ങൾ നിരവധി കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ തിങ്ങി നിറഞ്ഞ അറ്റ്ലാന്റ സ്റ്റേഡിയം അർജന്റീന ആരാധകരാൽ നിശബ്ദമാണ്. ഈജിപ്ത് ആരാധകരുടെ ആർപ്പുവിളികൾ കാണുന്നു. പന്ത് വീണ്ടും കൃത്യമായി കൊണ്ട് തന്നെ കളിമെനയാൻ ലിയോ മെസ്സി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇടതും വലതും വിങ്ങിലൂടെ മെസ്സിയുടെ ഹൈ ബോളുകളും ത്രൂ ബോളുകളും എത്തി. പക്ഷേ ഗോൾ മാത്രം പിറന്നില്ല. ഇതാ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്കുമേൽ ആഫ്രിക്കൻ വമ്പന്മാർ മുന്നിലാണ്. അർജന്റീനയെ വിറപ്പിക്കുന്ന പ്രകടനമാണ് സലാഹിന്റെ ഈജിപ്ത് കാഴ്ചവെക്കുന്നത്. അങ്ങനെ ലോകം കാത്തിരുന്ന ആ 45 മിനിറ്റിലേക്ക് ഫുട്ബോൾ ലോകം കണ്ണോടിക്കുകയാണ്. അർജന്റീനക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ? പന്തുമായി മെസ്സിയുടെ ഒറ്റക്കുള്ള മുന്നേറ്റം തുടർന്നുകൊണ്ടേയിരുന്നു. വൺ ടച്ച് പാസിലൂടെ അർജന്റീന മുന്നേറ്റം. ഒടുവിൽ മെസ്സിയുടെ പാസ് സ്വീകരിച്ച റോഡ്രിഗോ ഡി പോളിന്റെ ഒരു ഷോട്ട് കണ്ടെങ്കിലും ദുർബലമായ ഷോട്ട് അനായാസമാണ് കൈപ്പിടിയിലൊതുക്കിയത്. അങ്ങനെ വീണ്ടും ഹൂലിയനിൽ നിന്ന് പന്ത് മെസ്സിയിലേക്ക്. പക്ഷേ ട്രിബിൾ ചെയ്ത് അകത്തേക്ക് കയറാൻ മെസ്സിക്ക് സാധിച്ചില്ല. റിക്കവറി ബോൾ തിരിച്ചെടുത്ത ലിയാൻഡ്രോ പെരഡസിൽ നിന്ന് ബോൾ റിക്കവറി നടത്തിക്കൊണ്ട് മുഹമ്മദ് സലാഹിൻ്റെ ഒരു മിന്നൽ ആക്രമണം. പക്ഷേ പെരഡസിനെ ഫൗൾ ചെയ്തതിനാൽ റഫറിയുടെ ഫൗൾ വിസിൽ വരുന്നു. വീണ്ടും മെസ്സിയുടെ ഫ്രീ കിക്ക്. ഇത്തവണയും കൃത്യമായി കണക്ട് ചെയ്യാൻ അർജന്റീന താരങ്ങൾക്ക് സാധിക്കുന്നില്ല. ഗോൾ കീപ്പർ ഷൊബേരിയുടെ ശക്തമായ പ്രകടനം തന്നെയാണ് ഈജിപ്ത് ഗോൾ പോസ്റ്റിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. വീണ്ടും പന്തുമായി ലിയാൻഡ്രോ പെരഡസിന്റെ തകർപ്പൻ ലോങ് റേഞ്ചർ. പക്ഷേ ഗോൾ പോസ്റ്റിൽ നിന്ന് തൊട്ടുരുമി പന്ത് പുറത്തു പോകുന്നു. വീണ്ടും പന്ത് സ്വീകരിച്ച് എൻസോ ഫെർണാണ്ടസ്. പന്ത് ലിയോ മെസ്സിയിലേക്ക്. മെസ്സി വീണ്ടും ട്രിബിൾ ചെയ്ത് അകത്തോട്ട് കയറാൻ ശ്രമിക്കുന്നു. പക്ഷേ അർജന്റീന ഈജിപ്ത് താരം ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. വീണ്ടും അർജന്റീനക്ക് അനുകൂലമായ ഫ്രീ കിക്ക്. പക്ഷേ ആ ഫ്രീ കിക്കിനും ആ സെറ്റ് പീസിനും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കാതെ മിനിറ്റുകൾ കടന്നു പോകുന്നു. മധ്യനിരയിൽ നിന്നും ഇടത് വിങ്ങിലോട്ടൊരു ഹൈ ബോൾ. പക്ഷേ കൃത്യമായി കൊണ്ട് തന്നെ സൂപ്പർ താരം ടാഗ്ലിയാഫിക്കോ കണക്ട് ചെയ്ത് ബോക്സിലേക്ക് ഇട്ട് നൽകുന്നുണ്ടെങ്കിലും പക്ഷേ അത് കണക്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ 66-ാം മിനിറ്റ് ഈജിപ്ത് താരം ഹസന്റെ അവിസ്മരണീയമായ ഒരു സോളോ റൺ കാണുന്നു. ഒടുവിൽ പന്ത് സലാഹിൽ നിന്ന് തക്കം പാർത്തിരുന്ന സീക്കോയിലൊക്കെ ഒരു ത്രൂ ബോൾ. ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിനെയും മറികടന്നുകൊണ്ട് പന്ത് ഗോൾ വലയിലെത്തുന്നു. അർജന്റീന വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി എന്ന് തോന്നിപ്പിച്ച നിമിഷം. പക്ഷെ അതിന് മുമ്പ് ഈജിപ്ത് താരം ലിസാൻഡ്രോ മാർട്ടിനസിനെതിരെ നടത്തിയ ഫൗൾ കൗൺസീഡ് കേസിലൂടെ വാറിലൂടെ അർജന്റീനക്ക് അനുകൂലമായി ഫ്രീ കിക്ക് വിധിക്കുന്നു. ഈജിപ്തിൻ്റെ ആ ഗോൾ വാർ ചെക്കിങ്ങിലൂടെ ക്യാൻസൽ ചെയ്യുകയാണ്. ആ ഗോളിന് മുമ്പ് നടന്ന ഇൻസിഡന്റിൽ സൂപ്പർ താരം ലിസാൻഡ്രോ മാർട്ടിനസിനെ കൃത്യമായി ഫൗൾ ചെയ്തതിൻ്റെ കാരണത്താൽ തന്നെയാണ് റഫറി ഇങ്ങനൊരു തീരുമാനമെടുത്തത്. എന്നാൽ ഒരു ഗോളിന് ഇപ്പോഴും ലോക ചാമ്പ്യന്മാരായ അർജന്റീന പിന്നിലാണ്. നിരന്തര മുന്നേറ്റങ്ങൾ അർജന്റീനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പന്ത് സ്വീകരിച്ച ലിയണൽ മെസ്സി 1-2 കളിച്ച് മുന്നേറാൻ ശ്രമിക്കുന്നു. പക്ഷെ ബോക്സിനുള്ളിലെ ഫൈനൽ തേർഡ് അറ്റംപ്റ്റിൽ അർജന്റീന പരാജയപ്പെടുന്നു. ഒടുക്കം അർജന്റീനക്ക് അനുകൂലമായി മറ്റൊരു കോർണർ. ഒരു ഷോർട്ട് കോർണർ എടുത്ത് ലിയണൽ മെസ്സി ലിയാൻഡ്രോ പെരഡസിൽ നിന്ന് പന്ത് തിരിച്ചു വാങ്ങിക്കൊണ്ട് ഈജിപ്ത് പ്രതിരോധത്തെ കബളിപ്പിച്ചുകൊണ്ട് ബോക്സിലേക്ക് കയറുന്നു. വീണ്ടും അർജന്റീനക്ക് അനുകൂലമായി കോർണർ. ഗോൾ നേടാനുള്ള അർജന്റീനയുടെ തുടരെയുള്ള മുന്നേറ്റങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. കോർണർ കിക്കിൽ നിന്ന് ലഭിച്ച പന്തുമായി സൂപ്പർ താരം മുഹമ്മദ് സലാഹിന്റെ മിന്നൽ വേഗതയിലുള്ള കൗണ്ടർ അറ്റാക്ക്. 3 vs 1.
ഒടുവിൽ പന്ത് നേരെ ഈജിപ്ത് താരം ഹസനിലേക്ക്. ഹസന്റെ മുന്നേറ്റത്തിനൊടുക്കം പന്ത് കൃത്യമായി കൊണ്ട് ഈജിപ്ത് താരം സീക്കോയുടെ കാലുകളിലേക്ക്. തക്കം പാർത്തിരുന്ന സീക്കോയുടെ തകർപ്പൻ ഷോട്ടിനൊടുക്കം ഇതാ ഈജിപ്ത് വീണ്ടും വലകുലുക്കിയിരിക്കുന്നു. മത്സരത്തിന്റെ 67-ാം മിനിറ്റിൽ സീക്കോ നേടിയ ഗോളിലൂടെ ഈജിപ്ത് 2 എന്ന അക്കം തികച്ചിരിക്കുന്നു. 2 ഗോളിന് പിന്നിലായ അർജന്റീനക്ക് ഇനിയൊരു തിരിച്ചുവരവുണ്ടോ? ഇനി അവശേഷിക്കുന്നത് 20 മിനിറ്റുകൾ മാത്രം. ഇനി അർജന്റീനക്ക് തിരിച്ചു വരാനാകുമോ? ഇതിനിടെ കൃത്യമായി മാറ്റം വരുത്തുകയാണ് സ്കലോണി. നിക്കോ ഗോൺസലസിനെയും ലൗതാരോ മാർട്ടിനസിനെയും ഗോൺസലോ മോണ്ടിയലിനെയും എല്ലാം കളത്തിലേക്ക് ഇറക്കുന്നു. പന്തുമായി ലിയാൻഡ്രോ പെരഡസിന്റെ മുന്നേറ്റം എൻസോയിലേക്ക്. തക്കം പാർത്തിരുന്ന ഹൂലിയന്റെ കാലിലേക്ക്. പക്ഷേ കൃത്യമായി കൊണ്ട് കണക്ട് ചെയ്യാൻ അവിടെ ലൗതാരോക്ക് എത്താൻ സാധിക്കുന്നില്ല. റഫറിയുടെ ഓഫ് സൈഡ് വിസിൽ. ആ മനോഹരമായ മുന്നേറ്റം കൃത്യമായി കൊണ്ട് തന്നെ ഈജിപ്ത് താരങ്ങൾ ഓഫ് സൈഡ് കണിയിൽ കൊടുക്കുന്നു. വീണ്ടും ഈജിപ്ത് താരം സീക്കോയുടെ മനോഹരമായ മുന്നേറ്റം. പന്ത് ഈജിപ്ത് താരത്തിന്റെ കാലുകളിലേക്ക്. ഇനിയൊരു ഗോൾ അർജന്റീന വഴങ്ങുമോ? ഇല്ല. ഈജിപ്ത് താരത്തിന്റെ ഷോട്ട് ദുർബലമായിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഇടതും വലതും വിങ്ങിൽ നിന്ന് അർജന്റീൻ താരങ്ങളുടെ ക്രോസുകൾ ഈജിപ്ത് പോസ്റ്റിലേക്ക് താഴ്ന്നിറങ്ങിക്കൊണ്ടേയിരുന്നു. ഇനി ടൈം ക്ലോക്കിൽ അവശേഷിക്കുന്നത് വെറും 10 മിനിറ്റ് മാത്രം. ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഇതാ ഈ വേൾഡ് കപ്പിൽ പുറത്തേക്ക് പോകാനൊരുങ്ങുന്നു. അതും തങ്ങളെക്കാൾ റാങ്കിങ്ങിൽ ഒരുപാട് താഴെയുള്ള ആഫ്രിക്കൻ വമ്പന്മാരായ ഈജിപ്തിനെതിരെയാണ് അർജന്റീന ഈ വേൾഡ് കപ്പിൽ പുറത്തു പോകാനൊരുങ്ങുന്നത്. മത്സരത്തിന്റെ 78-ാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് അനുകൂലമായ ഫ്രീ കിക്ക് എടുക്കുന്നു. പന്ത് വീണ്ടും മെസ്സിയുടെ കാലുകളിലേക്ക്. മെസ്സിയുടെ ക്രോസ് വീണ്ടും തട്ടിത്തെറിച്ചുകൊണ്ട് പുറത്തേക്ക് തന്നെ. ഹൂലിയനിൽ നിന്ന് മെസ്സിയിലേക്ക്. മെസ്സിയുടെ മനോഹരമായ ക്രോസ്. ഒടുക്കം മത്സരത്തിന്റെ 80-ാം മിനിറ്റിൽ ക്രിസ്റ്റ്യാനോ റൊമേറോയുടെ തകർപ്പൻ ഹെഡർ. അർജന്റീന ഇതാ ഒരു ഗോൾ തിരിച്ചടിച്ചിരിക്കുന്നു. ഓഫ് സൈഡ് കണി പൊട്ടിച്ചുകൊണ്ടായിരുന്നു മെസ്സിയുടെ പാസിൽ നിന്ന് ക്രിസ്റ്റ്യാനോ റൊമേറോയുടെ തകർപ്പൻ ഹെഡർ. ഗോൾ കീപ്പറായ ഷൊബേരിക്ക് ഒരവസരവും നൽകാതെയാണ് ഇത്തവണ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത്. മത്സരത്തിന്റെ 82-ാം മിനിറ്റ് വീണ്ടും വലത് വിങ്ങിലൂടെ സൂപ്പർ താരം ക്യാപ്റ്റൻ ലിയോ മെസ്സിയുടെ മുന്നേറ്റം. പന്ത് സ്വീകരിച്ച ലിയോ മെസ്സി ട്രിപ്പിൾ ചെയ്തുകൊണ്ട് ഈജിപ്ത് ബോക്സിലേക്ക് കയറുന്നു. പിന്നെ അലക്സ് മാക്കലിസ്റ്ററിന്റെ ഒരു ക്രോസിങ്ങിനുള്ള ശ്രമം വീണ്ടും കോർണറിൽ കലാശിക്കുന്നു. മെസ്സിയുടെ കോർണർ. പക്ഷേ കൃത്യമായി കണക്ട് ചെയ്യാൻ അർജന്റീന താരങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇനി അവശേഷിക്കുന്നത് 7 മിനിറ്റുകൾ മാത്രം. പന്ത് സ്വീകരിച്ച ലിയാൻഡ്രോ പെരഡസിൽ നിന്ന് പന്ത് വീണ്ടും മെസ്സിയിലേക്ക്. ഈജിപ്ത് താരങ്ങൾ അനായാസം മറികടന്നുകൊണ്ട് മെസ്സിയുടെ ക്രോസ്. പക്ഷേ ലൗതാരോയുടെ ഹെഡർ 1 ഇഞ്ച് വ്യത്യാസത്തിൽ പുറത്തു പോകുന്നു. അർജന്റീനക്ക് ഒപ്പം പിടിക്കാനുള്ള സുവർണ അവസരം. വീണ്ടും മെസ്സിയുടെ ക്രോസ്. മെസ്സിയിൽ നിന്ന് ലൗതാരോ, പിന്നെ മോണ്ടിയലിന്റെ കൃത്യമായ പാസ്, മെസ്സിയുടെ തകർപ്പൻ ഷോട്ട്. ഇതാ അർജന്റീന ഒരു ലോകോത്തര തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. അവസാന 10 മിനിറ്റുകളിൽ ഈജിപ്തിന്റെ പ്രതിരോധ കോട്ടയെല്ലാം ഭേദിച്ചുകൊണ്ട് മെസ്സി മാജിക് കണ്ടിരിക്കുന്നു. ഷൊബേരിക്ക് ഒരവസരവും നൽകാതെ പന്ത് ഗോൾ വലയിൽ. ഫുട്ബോൾ ലോകം വേൾഡ് കപ്പ് കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവുകളിൽ ഒന്നിനാണ് ഫുട്ബോൾ ലോകം സാക്ഷിയാകുന്നത്. ഈജിപ്തിനെതിരെ ഇതാ അർജന്റീന 2 ഗോളുകൾ തിരിച്ചടിച്ച് ഒപ്പം പിടിച്ചിരിക്കുന്നു. അങ്ങനെ 90 മിനിറ്റ് അവസാനിച്ചിരിക്കുന്നു. ഇനി 7 മിനിറ്റ് അധിക സമയം. ഇതാ ഈജിപ്തിന്റെ മുന്നേറ്റങ്ങൾ കൃത്യമായി കൊണ്ട് തന്നെ തിരിച്ചു പിടിക്കുകയാണ് അർജന്റീൻ താരം ലൗതാരോ മാർട്ടിനസിനെ ഈജിപ്ത് താരം ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. ഇപ്പോൾ ഏകദേശം പന്ത് അർജന്റീനയുടെ വരുതിയിലായ പോലെ. മെസ്സിയുടെ തകർപ്പൻ ഫ്രീ കിക്ക്. പക്ഷേ ഷൊബേരിയുടെ കൃത്യമായി മുഹമ്മദ് സലാഹിന്റെ മുന്നേറ്റത്തിനൊടുക്കം കൃത്യമായി പന്ത് റിക്കവറി ചെയ്ത ഹൂലിയൻ അൽവാരസ് ഒരു ലോങ് ബോളിലൂടെ സൂപ്പർ താരമായ ലൗതാരോ മാർട്ടിനസിനെ കണ്ടെത്തുന്നു. ലൗതാരോയും 2 ഈജിപ്ത് ഡിഫൻഡർമാരും മാത്രം. കൃത്യമായി സ്കാൻ ചെയ്ത് ലൗതാരോ ഒരു ക്രോസ് നൽകുന്നു. കൃത്യമായി കൊണ്ട് തന്നെ എൻസോ ഫെർണാണ്ടസ് പന്തിനെ വലയിലാക്കുന്നു. ലോക ഫുട്ബോൾ കണ്ട എക്കാലത്തെയും വലിയ തിരിച്ചുവരവുകളിൽ ഒന്നിന് ഫുട്ബോൾ ലോകം സാക്ഷിയാകുന്നു. വാട്ട് എ ഗോൾ ഫ്രം എൻസോ ഫെർണാണ്ടസ്. ഇതാ അർജന്റീന മുന്നിലെത്തുകയാണ്. 2 ഗോളിന് പിന്നിൽ നിന്ന ലോക ചാമ്പ്യന്മാർ 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ലോകകപ്പ് കണ്ട എക്കാലത്തെയും വലിയ തിരിച്ചുവരവുകളിൽ ഒന്ന് നടത്തുന്നു. അർജന്റീന പുറത്തു പോയ നിമിഷമായിരുന്നു. പക്ഷേ 80-ാം മിനിറ്റിൽ തുടങ്ങി ലിയോ മെസ്സി മാജിക്കും പിന്നെ എൻസോയുടെ അവസാന ഫൈനൽ ഗോളുമായി അർജന്റീനയുടെ ഗംഭീര തിരിച്ചുവരവ്. തിങ്ങി നിറഞ്ഞ അറ്റ്ലാന്റ സ്റ്റേഡിയം അർജന്റീന ആരാധകരുടെ ആരവങ്ങളാൽ ആർപ്പുവിളികൾ തുടങ്ങിയിരുന്നു. കാരണം തങ്ങളുടെ രാജ്യം ഒരു വമ്പൻ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. 2 ഗോളിന് പിന്നിട്ട ശേഷം 3 ഗോളുകൾ തിരിച്ചടിച്ച് ഒടുക്കം റഫറിയുടെ ഫൈനൽ വിസിൽ.